അജയ് നമ്പ്യാരെ, പറയൂ സാർ. ഈ സെന്റ് ഫ്രാൻസിസ് അസീസി നന്നെ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചവടക്കാരന്റെ. വഴിയരികിൽ കണ്ടുമുട്ടുന്ന യാചകരെയും നിരാലംബരായ യാത്രക്കാരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നതിൽ കുട്ടിയായ ഫ്രാൻസിസ് അത്യുത്സാഹം കാണിച്ചിരുന്നു. ചൈൽഡ്ഹുഡ് അങ്ങനെ കുറെ ഇൻസിഡൻസ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത്, സാർ ഇന്നലെ ഫോണിൽ പറഞ്ഞു, സാമുദായിക മൈത്രി. അതെ, തൃശൂർ പൂരം എന്ന ഹൈന്ദവാഘോഷത്തെ തൃശൂർ പട്ടണത്തിന്റെ ഉത്സവമാക്കി മാറ്റി ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ പങ്കാളിത്തത്തോടെ അത് വർഷാവർഷം നടത്തുന്നതിൽ ഫ്രാൻസിസ് വഹിക്കുന്ന പങ്ക്. മതസൗഹാർദ്ദത്തിന് അത് നൽകുന്ന സംഭാവനയുടെ വലിപ്പം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നേയില്ല. ചുരുക്കി പറഞ്ഞാൽ കൈയയച്ചു നൽകിയും സ്വസമുദായത്തിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചും ഫ്രാൻസിസ് ഹൈന്ദവ സഹോദരന്മാർക്ക് പണം നൽകുന്നുണ്ട്. പ്രാഞ്ചി, തിരുവമ്പാടിക്ക് കുട വാങ്ങാൻ ഒരു 10 ഉറുപ്പിക താൻ തരണം. കുട വാങ്ങാൻ കാച്ചില്ലെങ്കിലും ഞാൻ എന്നിട്ട് വിടൂ. ഇല്ലേലും ഒരു ചേമ്പൽ വെട്ടി തലയിൽ വെക്കേ. നീ ഒരു 10,000 ഉറുപ്പിക തരൂന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു പോയി. നീ എന്നെ ചതിക്കരുത്. സോറി, താൻ എന്തിനാടോ ഈ മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ട് ഓരോന്ന് ഏൽക്കാൻ നിൽക്കണേ? ആ യൂസഫിനോട് പറഞ്ഞിട്ട് 2000 രൂപ വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കുട മാറി മാറി കളിക്കണേ എന്തിനാന്ന്? അപ്പോഴല്ലേ ഒരു ഭംഗിയുള്ളൂ. എന്ത് ഭംഗി? പിന്നെ മറ്റൊരു പോയിന്റ്, ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് പൊളിച്ച ഡിസംബർ 6 തൃശൂരിലെ മുസ്ലിം സഹോദരന്മാർ തെങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആശ്വാസവാക്കുകളുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു പ്രസ്തുത ഫ്രാൻസിസ്. ആയുധമെടുക്കരുത്, സമചിത്തതയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ അവരെ അനുനയിപ്പിച്ചു നിർത്തി അതുവഴി ഒരു വർഗീയ കലാപത്തിൽ നിന്ന് തൃശൂരിനെ രക്ഷിക്കുകയും ചെയ്തു.